ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഈസി ആയിട്ടുള്ളൊരു 4 മണി സ്നാക്കാണ്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. റവ 200 ഗ്രാം, ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, മല്ലിയില കുറച്ച് വേണം, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഒരെണ്ണം, പച്ചമുളക് 2 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, ജീരകം പൊടിച്ചത് 1/2 സ്പൂൺ വേണം, ഗരം മസാല 1/2 സ്പൂൺ വേണം, പിന്നെ കുരുമുളക് പൊടി 1/2 സ്പൂൺ, ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഇനി ഇതിലോട്ട് ഇളം ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമ്മൾ ഇതേ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം തയ്യാറാക്കി എടുക്കേണ്ടത്. പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂട്ട് ഏകദേശം റൗണ്ട് ഷേപ്പ് വരുന്ന രീതിയിൽ കുറേശ്ശെ നമുക്കൊരു സ്പൂൺ വെച്ച് ഈ എണ്ണയിലോട്ട് ഇടാം. രണ്ട് സൈഡും മൊരിഞ്ഞെടുക്കുന്നതിനായിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. റവ ആയതുകൊണ്ട് അധികം വേവിൻ്റെ ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ രണ്ട് സൈഡും മൊരിച്ചെടുക്കാനായിട്ട് പറ്റും. റെഡിയായി വന്നിട്ടുണ്ട്. ഇനി കോരി നമുക്ക് മാറ്റി വെക്കാം. എടുത്തു വെച്ചിരിക്കുന്ന മാവെല്ലാം ഞാൻ ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അല്പം വെളുത്തുള്ളിയും ഒരു കഷ്ണം ചെറിയ ഇഞ്ചിയും ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. പാൻ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് അല്പം ജീരകം പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അല്പം കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി 2 സ്പൂണോളം തക്കാളി സോസ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പീസസ് നമുക്കിതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഈ പീസസിലെല്ലാം ഗ്രേവി പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈസി ആയിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഈസിയാണ്, അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ്, സോഫ്റ്റുമാണ്. അപ്പോൾ നിങ്ങളിത് വീട്ടിലുണ്ടാക്കി നോക്കണം. സോസിനോട് കൂടി ചേർത്ത് കഴിക്കുമ്പോൾ വളരെ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.